Hi everyone. Today we'll be discussing question based on electric power and energy from the chapter current electricity. Okay. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ അതിൽ വരുന്ന ഇക്വേഷൻ ഇലക്ട്രിക് പവറിൻ്റെ ഇക്വേഷനാണ്. അതുപോലെ ഓംസ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്യേണ്ടി വരും. ബിക്കോസ് ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ റെസിസ്റ്റൻസ് വി നീഡ് ടു അപ്ലൈ ഓംസ് ലോ അല്ലേ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്കിവിടെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണെന്ന് ചെക്ക് ചെയ്യാം. A heater is operated with a power of 1000 watt in a 100 volt line. It is connected in combination with a resistance of 10 ohm and a resistance R to a 100 volt line as shown in the figure. What should be the value of R so that the heater operates with a power of 62.5 watt? ക്വസ്റ്റ്യൻ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഹീറ്ററിനെ നമ്മൾ 100 വോൾട്ട് ലൈനിൽ അക്രോസ് കൊടുക്കുമ്പോൾ ഹീറ്ററിൻ്റെ അക്രോസ് വരുന്ന പവർ 1000 വാട്ടാണ്. പക്ഷെ അതേ ഹീറ്ററിനെ ഞാൻ ഈ കോമ്പിനേഷനിൽ വയ്ക്കുമ്പോൾ ഇവിടെ നമുക്ക് വേണ്ട ഔട്ട്പുട്ട് 62.5 വാട്ടാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ? ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഈ റെസിസ്റ്റൻസിനെ R എന്ന് പറയുന്ന റെസിസ്റ്റൻസിനെ ഹീറ്ററിൻ്റെ അക്രോസ് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഒരു 10 ഓം റെസിസ്റ്റൻസിന് ആ സർക്യൂട്ടിൽ ഹീറ്ററിൻ്റെയും ആറും കോമ്പിനേഷനിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ വാട്ട് ഷുഡ് ബി ദ വാല്യൂ ഓഫ് R സോ ദാറ്റ് ഇറ്റ് ഡെസിപ്പേറ്റ്സ് എ പവർ ഓഫ് 62.5 വാട്ട്? ഇതാണ് ചോദ്യം. മനസ്സിലാക്കേണ്ടത് 1000 വാട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേറ്റഡ് പവർ. 62.5 വാട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കൺസ്യൂംഡ് പവർ. അപ്പോൾ ആ റേറ്റഡ് പവർ വെച്ചിട്ട് എന്താണ് ഹീറ്റർ കോയിലിൻ്റെ റെസിസ്റ്റൻസ് എന്നുള്ളത് ആദ്യമേ കണ്ടുപിടിക്കാം. നമുക്കറിയാം P = V²/R അല്ലേ. പവർ റേറ്റഡ് പവർ എത്രയും 1000 വാട്ട്. അപ്പോൾ 1000 ഈസ് ഈക്വൽ ടു V². വിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. വിയുടെ വാല്യൂ ഇറ്റ് ഈസ് ഈക്വൽ ടു 100 വോൾട്ട്. That is 100 into 100 divided by resistance R. So R equal to, simplifying will be getting R is equal to 10 ohm. So this is the resistance of the heater coil. So we will mark it as 10 ohm, RH, which is equal to 10 ohm. അപ്പോൾ ഇതിനെ നമുക്ക് RH എന്ന് കൊടുക്കാം, which is equal to 10 ohm. Is it clear? ഇനി ഈ ഹീറ്ററിൻ്റെ കൺസ്യൂംഡ് പവർ എത്രയാണ്? 62.5 വാട്ടാണ്. അത് കൺസ്യൂംഡ് പവറാണ്. ദറ്റ് ഇസ് PC ഈക്വൽ ടു V²/R എന്ന് കൊടുക്കാം, RH എന്ന് കൊടുക്കാം. ഈ പവർ കൺസ്യൂം ചെയ്യുമ്പോൾ ഈ റെസിസ്റ്റൻസിൽ RH റെസിസ്റ്റൻസ് ഉള്ള ഹീറ്റർ അക്രോസ് വരുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പാണ് V എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ V² ഈക്വൽ ടു PC ഇൻറ്റു RH എന്ന് എടുക്കാം. എന്താണ് V²? PCയുടെ വാല്യൂ എത്രയാണ്? 62.5 വാട്ട്. 62.5. RHൻ്റെ വാല്യൂ എത്രയാണ്? RH നമ്മൾ കണ്ടുപിടിച്ചല്ലോ, 10. അപ്പോൾ എത്ര കിട്ടും? 625 എന്ന് കിട്ടി. 625 എന്ന് എഴുതി വയ്ക്കല്ലേ, അത് V² ആണ്. പൊട്ടൻഷ്യൽ വാല്യൂ എത്രയാണ്? 625 സ്ക്വയർ റൂട്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 25 വോൾട്ട്. ദെർഫോർ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 25 വോൾട്ട് എന്ന് കിട്ടും. ഏത്? ഹീറ്ററിൻ്റെ അക്രോസ് ഡ്രോപ്പ് ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ആണ് 25 വോൾട്ടായിട്ട് വരുന്നത്. ആ ഹീറ്ററിന് പാരലല്ലേ ഈ റെസിസ്റ്റൻസ്? ഈ ഹീറ്ററിന് പാരലാണ് ഈ റെസിസ്റ്റൻസ്. അങ്ങനെ വരുമ്പോൾ 25 വോൾട്ട് തന്നെ നമുക്ക് റെസിസ്റ്റൻസിന് അക്രോസും എടുക്കാം. 25 വോൾട്ട് തന്നെയായിരിക്കും റെസിസ്റ്റൻസിന് അക്രോസ് വരുന്ന വോൾട്ടേജ്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഈ 100 വോൾട്ടിനകത്ത് 25 വോൾട്ട് ഈ ഭാഗത്ത് ഡ്രോപ്പ് ചെയ്ത് പോയാൽ, ഈ ഭാഗത്ത് 25 വോൾട്ട് ഡ്രോപ്പ് ചെയ്ത് പോയാൽ ബാക്കി വരുന്ന 75 വോൾട്ടും ഈ 10 ഓമിൻ്റെ അക്രോസ് വരും. ശരിയല്ലേ? ഇവിടെ 100 വോൾട്ടിൻ്റെ 25 വോൾട്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്ത് പോയാൽ ബാക്കി വരുന്ന 75 വോൾട്ടും 10 ഓമിൻ്റെ അക്രോസ് ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ വന്നാൽ വാട്ട് വിൽ ബി ദ കറണ്ട് പാസിംഗ് ത്രൂ 10 ഓം റെസിസ്റ്റൻസ്? I ഈസ് ഈക്വൽ ടു V/R അല്ലേ. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്യേണ്ടി വരും. I ഈക്വൽ V/R. V എന്ന് പറയുന്ന വാല്യൂ 10 ഓമിൻ്റെ അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ റെസിസ്റ്റൻസ് വിൽ ബി ഗെറ്റിംഗ് 7.5 ആംപിയർ. 7.5 ആംപിയർ. ഈ 7.5 ആംപിയർ 10 ഓമിൻ്റെ അക്രോസ് ഡ്രോപ്പ് ചെയ്യുന്ന 10 ഓമിൽ കൂടെ കടന്നു പോകുന്ന കറണ്ടാണ്. 10 ഓമിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് അല്ലേ ഈ സർക്യൂട്ടിലെ മെയിൻ കറണ്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് അല്ലേ. 10 ഓമിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് തന്നെയാണ് ഈ സർക്യൂട്ടിൽ മെയിൻ കറണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ I ഈസ് ഈക്വൽ ടു V² ഡിവൈഡഡ് ബൈ R എഫക്റ്റീവ് എന്ന് എടുക്കാമല്ലോ. എന്താ V²/R എഫക്റ്റീവ്? Iയുടെ വാല്യൂ നമുക്ക് 7.5 എന്ന് കൊടുക്കാം. V² വാല്യൂ ശ്രദ്ധിക്കണം. V² വാല്യൂ നമ്മൾ കൊടുക്കേണ്ടത് 100 ആണ്. അപ്പോൾ 100 ഇൻറ്റു
sorry, I equal to V square അല്ല V by R effective, sorry, I equal to V by R effective. So 100 divided by R effectiveൻ്റെ വാല്യൂ, R effective എത്രയാണ് 10 പ്ലസ് ഇത് 10 എന്നറിയാം, ഇത് ആറാണ്, ഈ ആറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 10ഉം ഈ 10 ഓമും ഈ ആറും ഇറ്റ് ഇസ് പാരലൽ. സോ വിൽ ബി ഗെറ്റിംഗ് 10R divided by 10 plus R. Simplify this, we'll be getting 75 plus 75R divided by 10 plus R equal to 100. Therefore 75R divided by 10 plus R equal to 25. അങ്ങനെയാണെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആറിൻ്റെ വാല്യൂ വിൽ ബി ഗെറ്റിംഗ് 25. നമുക്കറിയാം ഇവിടെ 3R വരും. സോ R ഈസ് ഈക്വൽ ടു 5 ohm എന്ന് കിട്ടും. റൈറ്റ്, R ഈക്വൽ ടു 5 ohm. നമുക്ക് ആറാണ് കണ്ടുപിടിക്കേണ്ടത്, 5 ohm കിട്ടി. ക്ലിയർ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇത്രയും സ്റ്റെപ്സിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് ഷോർട്ടായിട്ട് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ രീതിയിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ 1 മിനിറ്റ് താഴെ ചെയ്ത് തീർക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കോൺസെപ്റ്റാണ്. എങ്ങനെ ആണ് ഇത് 25 വോൾട്ട് വന്നത്, ഏതൊക്കെ ഇക്വേഷൻസ് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് ഇതിൻ്റെ പവർ കൺസപ്ഷൻ, എന്താണ് അതിൻ്റെ റേറ്റഡ് പവർ, ഈ വ്യത്യാസങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ വെരി ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ദാറ്റ് കൻ കം ഫോർ എ നീറ്റ് എക്സാം ആസ് വെൽ എസ് JEE എക്സാം. കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കാൻ ചാൻസ് ഉള്ള നല്ലൊരു ക്വസ്റ്റ്യനാണ് ഈ ക്വസ്റ്റ്യൻ. ഇസ് ഇറ്റ് ക്ലിയർ? നമുക്കിനിയും അടുത്ത ക്വസ്റ്റ്യൻസായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.